സ്തോത്രം. ദൈവം നിങ്ങളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ യൂട്യൂബുകളിലെല്ലാം ഈ അന്യഭാഷയെക്കുറിച്ച് സ്തോത്രം ഒത്തിരി നല്ല കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട്, ഒരുപാട് ബാഡായിട്ടും സംസാരിക്കുന്നുണ്ട്. അതിൽ സ്തോത്രം ഇന്ന് ഞാൻ ഒരു യൂട്യൂബിൻ്റെ ഒരു ഇത് ഇങ്ങനെ നോക്കിയപ്പോൾ അതിൽ പറയുന്നു, എത്രയോ പാസ്റ്റേഴ്സിൻ്റെ കുടുംബത്തിനകത്ത് ഈ അന്യഭാഷ മാത്രം സംസാരിച്ച് ഭ്രാന്ത് വന്നു, അവരുടെ കുടുംബങ്ങളൊക്കെ ഇപ്പോൾ ഭ്രാന്തിൻ്റെ തലത്തിലായി. അപ്പോൾ അതിന് ഇതെന്താണ് ഇതിൻ്റെ സത്യം? സ്തോത്രം. ഭയങ്കര വേദനയായി ആ വാക്കുകളൊക്കെ കേട്ടപ്പോൾ. ഒന്ന് മനസ്സിലാക്കേണ്ടത്, യൂട്യൂബ് അല്ല നിന്നെ വിളിച്ചത്, നസ്രേന യേശുവ. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ശ്രദ്ധയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് ഏറ്റെടുത്താൽ മതി. നമ്മൾ മനസ്സിലാക്കേണ്ടത്, യൂട്യൂബ് അല്ല നമ്മുടെ യേശു, യൂട്യൂബ് അല്ല നമ്മുടെ ദൈവം. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം അത് നിങ്ങൾ പഠിക്കണം. ഞാൻ നിങ്ങൾക്ക് വചനത്തിൽ കുറച്ച് കാര്യം പറഞ്ഞുതരാം. 1 കൊരിന്ത്യർ 14 അധ്യായം 13 അധ്യായം നിങ്ങൾ മനസ്സ് കൊടുത്ത് വായിക്കണം. 2 യോഹന്നാൻ്റെ സുവിശേഷം 16 അധ്യായം മനസ്സ് കൊടുത്ത് വായിക്കണം. അപ്പോസ്തല പ്രവൃത്തി 2 അധ്യായം 1 മുതൽ വായിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 8 അധ്യായം 31 വാക്യം തൊട്ട് വായിക്കണം. 1 കൊരിന്ത്യർ 1 അധ്യായം തൊട്ട് താഴോട്ട് വായിക്കണം. ഇതെന്തിനാണ് പറഞ്ഞതെന്ന് കേട്ടുകഴിഞ്ഞാൽ, യൂട്യൂബ് കാണുന്നത് തെറ്റെന്ന് ഞാൻ പറയില്ല. കാരണം യൂട്യൂബിൽ ഞാൻ പ്രസംഗം ഇടുന്നുണ്ട്, പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ യൂട്യൂബിനെ ദൈവമായിട്ട് നമ്മൾ കാണരുത്. സ്തോത്രം. ആമേൻ. ഈ പറയുന്ന വചനത്തിനകത്ത് യേശു പരിശുദ്ധാത്മാവിനെക്കുറിച്ചും അന്യഭാഷയെക്കുറിച്ചും എന്താണ് സംസാരിച്ചത്? പൗലോസ് എന്തുകൊണ്ടാണ് കൊരിന്ത്യർ സഭയിൽ അങ്ങനെ സംസാരിക്കാനിടയായത്? 1 കൊരിന്ത്യർ 2 കൊരിന്ത്യർക്ക് വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ്, ഏത് സാഹചര്യത്തിലാണ് പൗലോസ് അങ്ങനെ സംസാരിച്ചത്? അന്യഭാഷനെ വ്യാഖ്യാനിക്കുക, അന്യഭാഷയിൽ സംസാരിക്കുക, സ്നേഹമില്ലെങ്കിൽ അത് ഒന്നുമല്ല എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ഒരു ഭാഗം വായിച്ചിട്ട് മാത്രം സ്തോത്രം നമ്മൾ അതിനെ വിശ്വസിക്കരുത്. അത് 1 അധ്യായം വായിക്കണം, 2 അധ്യായം വായിക്കണം, 3. അപ്പം അങ്ങനെ വായിച്ച് വരുമ്പോഴാണ് കൃപയാൽ സ്തോത്രം നിങ്ങൾക്ക് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കാൻ പറ്റും. യേശു പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്, കാര്യസ്ഥൻ ഞാൻ പോകാതിരുന്നാൽ കാര്യസ്ഥൻ നിങ്ങളിടയ്ക്ക് വരത്തില്ല. ആ കാര്യസ്ഥൻ വന്നാൽ അവൻ നിനക്കെല്ലാം പറഞ്ഞു ഉപദേശിച്ച് തരും. മറ്റാർക്കും അവനെ കാണാൻ പറ്റത്തില്ല. വിശ്വസിക്കുന്ന നിന്നോട് മാത്രമേ സംസാരിക്കൂ, നിനക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഇത് ബിലാൽ ഒരു വ്യക്തിയാണ്, ഒരു പാസ്റ്ററാണ് പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വിശ്വസിക്കില്ല. പക്ഷെ ബൈബിൾ വചനത്തിൻ്റെ ആഴത്തിൽ യേശു പറഞ്ഞ പദമാണ്, പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിൻ്റെ മേൽ വരും എന്ന്. ഇപ്പം തന്നെ MA വർഗീസ് അങ്കിളിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. നമ്മൾ സ്തോത്രം പാസ്റ്റർ പേര് സുരേഷ് ബാബു പാസ്റ്റർ, ഇങ്ങനെ ടിനു പാസ്റ്റർ, ഇങ്ങനെ ഒരുമാതിരിപ്പെട്ട പാസ്റ്റേഴ്സിനെ കുറ്റം പറഞ്ഞ് അവരുടെ സ്തോത്രം പ്രാർത്ഥനയുടെ അടുക്കൽ നമുക്ക് എത്താൻ പോലും യോഗ്യതയില്ല. പക്ഷെ കുറ്റം പറയാനും കുറ്റം വിധിക്കാനും നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാനൊരു പാസ്റ്റേഴ്സിൻ്റെയും സിമ്പതി പിടിച്ച് പറ്റാൻ വേണ്ടി സംസാരിക്കുന്നതല്ല. മനസ്സിലാക്ക്, അന്യഭാഷ അത് ദൈവം നിനക്ക് തരുന്നതാണ്. അതെങ്ങനെ തരുന്നേ? അപ്പോസ്തല പ്രവൃത്തി പഠിച്ചു നോക്കണം. സ്തോത്രം. അതിൻ്റെ ആഴങ്ങൾ നിനക്ക് മനസ്സിലാവും. അവർ ഒരുമിച്ചിരുന്നു, അവർ വചനങ്ങൾ സ്തോത്രം പ്രാർത്ഥിച്ച്, എന്നിട്ട് 2 അധ്യായത്തിൽ വരുമ്പോഴാണ് പെട്ടെന്ന് കൊടിയ കാറ്റ് അവരെ മേൽ അടിക്കുന്നത്. കണ്ട? അപ്പോൾ നീ വചനം വായിച്ച് ഹൃദയത്തിൽ വചനത്തെ കൊണ്ടുവന്ന് ആത്മാവിൽ നീ വചനം ചിന്തിക്കുമ്പോഴാണ് ഈ അന്യഭാഷ പുറത്തേട്ട് വരുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 2 കൊരിന്ത്യർ സഭയെക്കുറിച്ച് പൗലോസിന് അങ്ങനെ പറയേണ്ടിയുള്ള കാര്യങ്ങളുണ്ട്. ഇത്ര കൃപാവരങ്ങൾ നിങ്ങൾക്കുണ്ട്, പക്ഷെ നിങ്ങൾക്കുടെ ഉള്ളിൽ എന്തില്ല? സ്നേഹമില്ല. 2 അവിടെ പക്ഷപാതം, ഗ്രൂപ്പ് ഇതൊക്കെ സഭയ്ക്കകത്ത് കിടക്കുകയാണ്. ഈ സഭയെക്കുറിച്ച് പൗലോസ് ജയിലിനകത്തിരുന്നാണ് കേൾക്കുന്നത്. അത് 1 കൊരിന്ത്യർ 1 അധ്യായം വായിക്കുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്ന് സംസാരിക്കുന്നതാണ്. നിങ്ങളുടെ ഹൃദയം ഇങ്ങനെ കയ്പ് പിടിച്ചതായാൽ നിങ്ങൾക്ക് അന്യഭാഷ സംസാരിക്കണം ബുദ്ധിമുട്ടാണ്, അതിനെ വ്യാഖ്യാനിക്കാൻ ബുദ്ധിമുട്ടാണ്. നീ പൂർണ്ണ മനസ്സോട്, പൂർണ്ണ ഹൃദയത്തോട്, പൂർണ്ണതയോട് ഇരുന്നാലേ നീ പറയുന്നത്, നീ വായിക്കുന്നത് വചനം നിൻ്റെ ഉള്ളിനകത്ത് വന്ന് അത് അന്യഭാഷയ്ക്കകത്ത് ഭയങ്കര എഫക്റ്റിംഗ് ഉണ്ടാവും. നിങ്ങളത് ബൈബിൾ വായിച്ച് നോക്കിയാൽ മതി. അതുകൊണ്ട് യൂട്യൂബർമാർ പറയുന്നതും പാസ്റ്റേഴ്സ് പറയുന്നതും അല്ല നീ വിശ്വസിക്കേണ്ടേ. ദൈവവചനത്തിൽ യേശു എന്താ പറഞ്ഞേ? അന്യഭാഷയെക്കുറിച്ച് എന്താ സംസാരിച്ചേ? അവർ പുതുഭാഷകളിൽ സംസാരിച്ചു. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ കൊടുത്തതുപോലെ അവർ പുതുഭാഷകളിൽ സംസാരിച്ചു. കണ്ട?
3000 പേര് മാനസാന്തരപ്പെട്ടു. ആയിരക്കണക്കിന് ലക്ഷങ്ങൾ കണക്കിന് ജനം അവിടെയുണ്ട്. പക്ഷെ 3000 പേരെ മാനസാന്തരപ്പെട്ടു. നീ വിശ്വസിക്കുന്നത് എന്താണോ അത് ദൈവം നിനക്ക് കയ്യിൽ ഏൽപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. യൂട്യൂബ് കണ്ട് നീ അതിനകത്ത് അന്യഭാഷയിൽ കുരുങ്ങിപ്പോകാതെ ബൈബിളിൻ്റെ വചനത്തിനകത്ത് ഇങ്ങനെ ഉണ്ടോ? എല്ലാം മുറി വചനങ്ങളെടുത്ത് വായിക്കരുത്. ഫുള്ളെടുക്കണം. ഇപ്പോൾ 1 കൊരിന്ത്യരാണെങ്കിൽ അത് മൊത്തം വായിച്ച് പഠിക്കണം. യോഹന്നാനാണെങ്കിൽ അത് മൊത്തം വായിച്ച് പഠിക്കണം. അപ്പോസ്തല പ്രവൃത്തിയാണെങ്കിൽ അത് മൊത്തം വായിച്ച് പഠിക്കണം. എങ്കിൽ മാത്രമേ നിൻ്റെ ഈ തലയ്ക്കകത്തിരിക്കുന്ന കെട്ട് പൊട്ടി പരിശുദ്ധാത്മാവിനാൽ നിനക്ക് നിറഞ്ഞ് ശരിയേത് തെറ്റേതെന്ന് എനിക്ക് മനസ്സിലാക്കും. അതല്ലേ യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 31 മുതലുള്ള വാക്ക് നിങ്ങൾ പഠിച്ചു നോക്കുക. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്നത് യൂട്യൂബിൽ നിങ്ങൾ പ്രസംഗം കാണണമെന്നല്ല. ഈ അന്യഭാഷയെക്കുറിച്ചുള്ള വിഷയങ്ങൾ കേൾക്കുമ്പോൾ ഈ ബുദ്ധിയില്ലായ്മത്തനം കാണിക്കാണ്ട് വചനത്തിൽ അങ്ങനെ ഉണ്ടോ? ഇപ്പോൾ പാസ്റ്റേഴ്സുമാരെ കുറ്റം പറഞ്ഞു, അവരെ പ്രഭുവന്മാരെ കുറ്റം പറഞ്ഞു, അതായത് വലിയ വലിയ പാസ്റ്റേഴ്സിനെ കുറ്റം പറഞ്ഞു, ആഭരണത്തിൻ്റെ വിഷയങ്ങളൊക്കെ കുറ്റം പറഞ്ഞു ഒത്തിരി ഹൈലൈറ്റായി വരുന്നുണ്ട്. ഒരു കാര്യം തുറന്നു പറയാം, നിങ്ങളും മരിക്കും, ഞാനും മരിക്കും. നമ്മളെല്ലാം കൂടെ നേരല്ല ന്യായസ്ഥാനത്തിൻ്റെ മുമ്പിൽ പോയി നിൽക്കും. ഈ ഭൂമിയിൽ നീ നല്ലത് ചെയ്തിട്ടുണ്ടോ? സ്വർഗം കൺഫേമാണ്. ഇല്ലേ? നോക്കേ വേണ്ട, നരകം തന്നെ, ഒരു മാറ്റവും ഇല്ല. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ കിടന്ന് എന്തൊക്കെയോ ആണെന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ നീ ചിന്തിക്കുക, ഈ ഭൂമിയിൽ അത് ഓക്കെ, പക്ഷേ സ്തോത്രം സ്വർഗത്ത് നമ്മളത് വളരെ കണക്ക് കൊടുക്കേണ്ടി വരും. ശ്രദ്ധിക്ക്, ദൈവകൃപയാൽ പറയുന്ന അന്യഭാഷയുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, വചനങ്ങൾ ഓരോന്ന് വായിക്ക്. ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ. ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞെന്ന് വിചാരിക്കരുത്, ആരെയും വേദനിപ്പിക്കാനല്ല, ഇപ്പോൾ കുഴപ്പിക്കണമല്ല. ഈ യൂട്യൂബ് മൊത്തം മനുഷ്യനെ, ആത്മീയ തലത്തിലുള്ള ആൾക്കാരെ പോലും യൂട്യൂബ് കുഴപ്പിക്കുകയാണ്. ശ്രദ്ധിക്കുക, വചനത്തിൽ വന്ന് വചനം വായിക്ക്. ദൈവം നിങ്ങൾ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ആമേൻ.